ഹായ് all, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പി ബി ഷെല്ലിയുടെ ടു എ സ്കൈലാർക്കാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പി ബി ഷെല്ലിയെ പറ്റിയും ഓവറോൾ ടു എ സ്കൈലാർക്കിൻ്റെ ഒരു തീമും അതേപോലെ തന്നെ ആദ്യത്തെ 10 സ്റ്റാൻസാസും ആദ്യത്തെ 10 സ്റ്റാൻസാസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ കുറച്ച് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത് പാർട്ട് 1 ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇത് പാർട്ട് 2 ആണ്. 11ാമത്തെ സ്റ്റാൻസ മുതൽ 21st സ്റ്റാൻസ വരെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 11ാമത്തെ സ്റ്റാൻസ നോക്കാം. ലൈക്ക് എ റോസ് എംബാർഡ് ഇൻ ഇറ്റ്സ് ഓൺ ഗ്രീൻ ലീവ്സ് ബൈ വാം വിൻഡ് ഡീഫ്ലവേർഡ് ടിൽ ദ സെൻറ്റ് ഈസ് ഗിവൺ മേക്ക് ഫെയിൻ വിത്ത് ടു മച്ച് സ്വീറ്റ് ദോസ് ഹെവി വിങ്ഡ് thieves. In the 11th stanza, the speaker presents on one final comparison. The sound, the feeling and the look of the bird reminds Shelley of a rose that is protected or embowered, but it's on leaves. The protection does not last forever, and warm winds can blow off all its flower and spread its scent with the breeze. Quickly and sweet of petals are too much even for the winds, those heavy winged thieves. അപ്പോൾ ഈ സ്റ്റാൻസയിലും കമ്പാരിസൺ തന്നെയാണ്. വളരെ സീക്രട്ടായ ഒരു സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന റോസാ പൂ പോലെയാണ് നീ എന്നാണ് പറയുന്നത്. അപ്പോൾ നിന്നെ കമ്പയർ ചെയ്തേക്കുന്ന എന്തുമായിട്ടാണ്? റോസാ പൂവായിട്ട്. നിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഇലകളുടെ ഇടയിലൂടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നീ വിരിഞ്ഞു നിൽക്കുന്നത്. നീയായ റോസാപ്പൂ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഇലയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കുവാണ്. ഓക്കെ, നല്ല വാം വിൻഡ് നിന്നെ ഡീഫ്ലവേർഡ് ചെയ്യുകയാണ്. ഡീഫ്ലവേർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ റേപ്പ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കാം. അങ്ങനെ നമുക്ക് മീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഒരു വിൻഡ് നിന്നെ ഡീഫ്ലവേർഡ് ചെയ്യുന്നു. എന്നിട്ട് നിൻ്റെ ഉള്ളിലെ ആ സെൻറ്റ് ഉണ്ടല്ലോ, ആ സുഗന്ധം, അതിനെ ആ ഒരു വാം വിൻഡ് അതിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? മേക്ക് ഫെയിൻ ടു മച്ച് സ്വീറ്റ് ദോസ് ഹെവി വിൻഡഡ് thieves. അതായത് ആ വാം വിൻഡ് വന്ന് ആ റോസിൻ്റെ ആ സെൻറ്റ് നുകർന്നെടുത്തുകൊണ്ട് പോയല്ലോ. അതിനെ ഡീഫ്ലവേർഡ് ചെയ്ത് അതിൻ്റെ സെൻറ്റ് നുകർന്നെടുത്തുകൊണ്ട് പോയി ഇല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അതെടുത്തപ്പോൾ ആവശ്യത്തിലും അധികം സെൻറ്റാണ് അതെടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇറ്റ് ഫെയിൻറ്റഡ്, അത് ബോധം കെട്ട പോലെ ആയി. ഹെവി വിങ്ഡ് തീവ്സ് എന്നാണ് കാറ്റിനെ വിളിക്കുന്നത്. പേഴ്സോണിഫിക്കേഷനാണ്. ഓക്കെ, ഹെവി വിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സെൻറ്റ് അമിതമായി നുകർന്നെടുത്തുകൊണ്ട് പോയ ആ ഒരു ഹെവി വിങ്ഡായി മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥയും. നിൻ്റെ പാട്ട് അതിമനോഹരമാണ്. അതെനിക്ക് എൻജോയ് ചെയ്യുന്നതിലും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ബ്യൂട്ടിഫുള്ളാണ് നിൻ്റെ സോങ് എന്ന് പറയുന്നത്. ഞാനും ഈ ഹെവി വിങ്ഡ് തീവ്സിനെ പോലെ ആയി മാറി എന്നാണ് പോയറ്റ് പറയുന്നത്. ഇനി സ്റ്റാൻസ 12 നോക്കാം. Sound of vernal showers on the twinkling grass, rain a walk-in flower, all that ever was, joyous and clear and fresh, thy music doth surpass. Speaker's metaphor extend into the 12th stanza. The sound of the bird song is beyond everything. It surpasses everything that ever was before, considered joyous and clear and fresh. It is better than the sound of vernal or spring showers, of the landing of twinkling grass and the beauty of the flower that rain will have awakened. അപ്പോൾ ഈ സ്റ്റാൻസ 12 എന്ന് പറയുന്നത് സൗണ്ട് ഓഫ് വേർണൽ ഷവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വേർണൽ ഷവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് വേർണൽ ഷവേഴ്സ്? ദ റെയിൻ ഓഫ് സ്പ്രിങ്, അതായത് വസന്തകാലത്ത് പെയ്യുന്ന മഴയാണ് വേർണൽ ഷവേഴ്സ് എന്ന് പറയുന്നത്. ഈ വസന്തകാലത്തുള്ള മഴയുടെ ശബ്ദം നമുക്ക് എല്ലായിടത്തും കേൾക്കാം. ഈ വസന്തകാലത്തുള്ള മഴ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പുൽച്ചെടികളുടെ മുകളിൽ വന്ന് വീഴുവാണ്. അതായത് ഈ മഴത്തുള്ളികൾ, വസന്തകാലത്തിൽ പെയ്ത മഴത്തുള്ളികൾ താഴെയുള്ള പുൽച്ചെടികളുടെ മുകളിൽ വന്ന് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ അത് വീണപ്പോൾ എന്ത് സംഭവിച്ചു? ആ പുൽച്ചെടിയുടെ ഇടയിലുള്ള പൂക്കൾ ഉണരുന്നു. ഏത് സമയത്താണ്? ഈ റെയിൻ ഡ്രോപ്സ് വന്ന് അതിൻ്റെ മുകളിൽ വീണപ്പോൾ ആ പുൽച്ചെടിയിലുള്ള പുൽച്ചെടിയും പൂക്കളും എല്ലാം ഉണർന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ എന്നും ജോയ്ഫുൾ ആക്കുന്നത്, ജോയസ് ആവുന്നത് മീൻസ് സന്തോഷമുള്ളതാവുന്നത്, ക്ലിയർ ആവുന്നത്, ഫ്രഷ് ആവുന്നതൊക്കെ എപ്പോഴാണ്? നിൻ്റെ സംഗീതം കേൾക്കുമ്പോഴാണ്. അതായത് സ്കൈലാർക്കിൻ്റെ പാട്ട് കേൾക്കുമ്പോഴാണ്. ആ പാട്ട് പൂവിനെയും പുല്ലിനെയും എല്ലാം തൊട്ട് തലോടി പോകുമ്പോഴാണ് അവയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടുന്നത്. എന്തുപോലെ? വസന്തകാലത്ത് പെയ്യുന്ന
മഴ പോലെ, വെർണൽ ഷവേഴ്സിനെ പോലെ, ഈ ചെടികളിൽ വീഴുന്ന വെർണൽ ഷവേഴ്സിനെ പോലെ. ഓക്കെ, എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇമേജാണ് ഇവിടെ പറയുന്നതെന്ന് നോക്കിയേ. നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ് അല്ലേ. ഈ വെർണൽ ഷവേഴ്സ് വീഴുമ്പോൾ ചെടികൾ സന്തോഷിക്കും പോലെയാണ് നിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഞാനടക്കം എല്ലാവരും സന്തോഷിക്കുന്നതെന്നാണ് പോയറ്റ് ഇവിടെ സ്കൈലാർക്കിനോട് പറയുന്നത്. Stanza 13. Teach a spirit or bird what sweet thoughts are thin. I have never heard praise of love or wine that painted forth a flood of rapture so divine. This is the turning point into a skylark where the speaker, having exhausted in metaphors, turns back to the skylark and addressed it. He is hoping that the bird, or perhaps it is more apt to calling a spirit, as it embodies an emotion, what thoughts it taking as a poet. He is trying to relate the flood of an art, and has in his face lies life never seen anything that can inspire such beauty, not praise of love or wine. അപ്പോൾ ഇത്രയും മനോഹരമായി പാട്ട് പാടുന്ന, ഇത്രയും കെയർ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ഒത്തിരി ആഹ്ലാദവും സന്തോഷവും എല്ലാം സൂക്ഷിക്കുന്ന ഈ സ്കൈലാർക്കിനോട് കവി ചോദിക്കുകയാണ്, ടീച്ചേഴ്സ് സ്പിരിറ്റ് ഓർ ബേർഡ്, ഞങ്ങളെ കൂടെ പഠിപ്പിക്കൂ, സ്പിരിറ്റ് ഓർ ബേർഡ്. ഇവിടെയാണ് ബേർഡിനെ ഡയറക്റ്റായിട്ട് കവി ബേർഡ് അല്ലെങ്കിൽ പക്ഷി എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. സ്പിരിറ്റ് അല്ലെങ്കിൽ ബേർഡ് എന്താണ്, നിനക്കെങ്ങനെ ഇത്രയും സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ, ഇത്രയും സ്വീറ്റായ നിൻ്റെ തോട്ട്സ്, നിൻ്റെ ചിന്ത, ഇത്രമാത്രം സന്തോഷം പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് ചിന്തയാണ് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്? ഐ ഹാവ് നെവർ ഹേഡ് പ്രൈസ് ഓഫ് ലവ് ഓർ വൈൻ. ഈ ലവ് ഓർ വൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ഗ്രീക്ക് റൈറ്റിങ്സിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന വിഷയമായിരുന്നു എന്ത്, ലവ് അല്ലെങ്കിൽ വൈൻ. അപ്പോൾ അതേപോലെയാണ് അതേപോലെ റൈറ്റിങ്സിലും പുരാണങ്ങളിലും മുമ്പ് കവികൾ എഴുതിയ കഥകളിലും കവിതകളിലും ഇതിഹാസങ്ങളിലും ഒന്നും കാണാതെയും കേൾക്കാതെയുമുള്ള എന്ത് ചിന്തയാണ് നിൻ്റെ മനസ്സിലുള്ളത്? ഇത്രയും മനോഹരമായ രീതിയിൽ നിനക്ക് സന്തോഷം തരുന്ന ഫ്ലഡ് ഓഫ് റാപ്ചേഴ്സ് ഓർ ഡിവൈൻ, ഇത്രയും സന്തോഷത്തിൻ്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കുന്ന എന്ത് ഡിവൈനായ ചിന്തയാണ്, ഒരു ഇതിഹാസത്തിലും കാണാത്ത എന്ത് ചിന്തയാണ് നിൻ്റെ മനസ്സിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അത് എന്നെ കൂടെ പഠിപ്പിച്ച് തരൂ എന്നാണ് ഇവിടെ പോയറ്റ് സ്കൈലാർക്കിനോട് ആവശ്യപ്പെടുന്നത്. Stanza 14. Chorus hymen or triumphal chant matched with the thine would be all but an empty want, a thing wherein we feel there is some hidden want. The song of the bird is described as being like a hymn sung by a chorus as well as like a triumphal chant. It is suited to all occasion and all contingencies of human life. It can equal outmatch religious or wartime subject matter and inspiration. Anything that would even attempt to complete with a bird would be an empty want or a baseless boast. Other song would clear be missing something, an element that is impossible the name but clearly not there. അപ്പോൾ കോറസ് ഹെമിനിയൻ എന്ന് പറഞ്ഞാൽ വിവാഹ സമയത്ത് പാടുന്ന പാട്ട്, എ പോയം ഓർ എ സോങ് ഫോർ വെഡ്ഡിങ് ഹൈമൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഗോഡ് ഓഫ് മാരേജ് എന്നാണ് ഈ ഒരു ഹൈമൻ എന്ന് പറയുമ്പോൾ അത് ഗ്രീക്ക് ഗോഡ് ഓഫ് മാരേജ് ആണ്. ട്രംഫൽ ചാണ്ട് എന്ന് പറഞ്ഞാൽ വിജയഗീതം, എ സോങ് ഓഫ് വിക്ടറി, ഒരു യുദ്ധമൊക്കെ ജയിച്ചു വരുമ്പോൾ പാടുന്ന പാട്ടാണ് ട്രംഫൽ ചാണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ കോറസ് ഹെമിനിയൽ അഥവാ വിവാഹഗീതങ്ങൾ കേട്ടിട്ടുണ്ട്, വിജയഗീതങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പാട്ടുകൾ നിൻ്റെ ഗാനവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നീ പാടുന്ന ബ്യൂട്ടിഫുൾ സോങ്ങുമായിട്ട് ഈ മംഗളഗീതത്തെയും വിജയഗാനത്തെയും ഒക്കെ കമ്പയർ ചെയ്താൽ അതെല്ലാം എന്താണ്? എം ജി വോണ്ടാണ്. എം ജി വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ്ലെസ് ബോസ്റ്റിംഗ് ആണ്. വെറും മീനിങ്ലെസ് ആയ പൊങ്ങച്ചം മാത്രമായി മാറും. ആ പാട്ടുമായി നിൻ്റെ സോങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വിവാഹഗീതമെല്ലാം, വിവാഹഗീതവും വിജയഗീതവും എല്ലാം എന്താകും? എന്തോ ഈ ഗാനങ്ങളിലെല്ലാം എന്തോ മിസ് ചെയ്യുന്നത് പോലെ തോന്നും. എ തിങ് വെയർ ഇൻ വി ഫീൽ ദർ ഈസ് സം ഹിഡൻ വാണ്ട്. ആ മിസ് ചെയ്യുന്നത് എന്താണോ ആ തിങ് നിൻ്റെ സോങ്ങിലുണ്ട്. അതായത് ഈ വിജയഗീതത്തിലും വിവാഹഗീതത്തിലും ഒക്കെ നമ്മളത് കേൾക്കുമ്പോൾ സംതിങ് ഈസ് മിസ്സിങ് ദെയർ. ആ മിസ് ചെയ്യുന്ന സാധനം സ്കൈലാർക്കിൻ്റെ സോങ്ങിലുണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ സോങ് യുണീക്കായിട്ട് മാറുന്നത്. എല്ലാം ഒരു പ്രതീക്ഷ തരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സന്തോഷം നിറഞ്ഞ ആ ഒരു ഫീലിംഗ് നിൻ്റെ സോങ്ങിലൂടെ നമുക്ക് കിട്ടാൻ കാരണം എന്താണ്? കാരണം അതിൽ മിസ്സിങ് ആയ ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് എന്തോ ഒന്ന് നിൻ്റെ സോങ്ങിലുണ്ട്. ഓക്കെ, ഇനി 15th സ്റ്റാൻസ് നോക്കാം.
What object are fountains of the happy strains? What field or wave of mountains? What shape of sky or plain? What love thine own? What ignorance of pain? Once more the speaker probed the bird's mind. What, he asked, are you thinking about? What object or vision does your beautiful song come from? He is determined in his questions, willing the bird with his might to answer. He believes that just around the corner, with just a few words from the bird, he will have the answer one of life's greatest questions: how to find happiness. He poses a number of options in your song inspired by fields or waves or mountains, or perhaps it is given its form by the shape of sky or plain, meaning fields. He continues questioning, does your son come from love of thine own kind, a love that the skylark has found amongst its own species, or just a life blessed without pain? Okay. അപ്പോൾ വാട്ട് ഒബ്ജക്റ്റ് ആർ ദ ഫൗണ്ടൻ ഓഫ് ദൈ ഹാപ്പി സ്ട്രെയിൻ? ഇത്ര സന്തോഷമുള്ള യുണീക്കായിട്ടുള്ള വരികൾ പാടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒറിജിൻ? വാട്ട് ഫീൽഡ് ഓർ വേവ്സ് ഓർ മൗണ്ടൻസ്? ഏത് വയലേലുകളാണ് നിന്നെ ഇങ്ങനെ പാടാൻ പ്രേരിപ്പിക്കുന്നത്? ഏത് ഫീൽഡാണ് നിന്നെ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പാടുന്നത്? അല്ലെങ്കിൽ ഏത് വേവ്സ് ആണ് ഓർ ഏത് മൗണ്ടെയ്ൻസ് ആണ് നിന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്? ഇപ്പോൾ ഇതേപോലെ വയലേലകളും മൗണ്ടൻസും സീയും ഒക്കെയല്ല ഒരു പോയറ്റിനെ ഒരു കവിത എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. ഇതേപോലെ എന്താണ് നിന്നെ ഇതേപോലെ പാട്ട് പാടാൻ പ്രേരിപ്പിക്കുന്നതാണെന്നാണ് ഈ പോയറ്റ് ചോദിക്കുന്നത്. വാട്ട് ഷേപ്പ് ഓഫ് സ്കൈ ഓർ പ്ലെയിൻ? എങ്ങനെയുള്ള ആകാശമാണ് ഓർ എങ്ങനെയുള്ള സമതലങ്ങളാണ്, പ്ലെയിൻസ് ആണ് ഇങ്ങനെയുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പാടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? വാട്ട് ലവ് ഓഫ് തൈൻ ഓൺ കൈൻഡ്? വാട്ട് ഇഗ്നറൻസ് ഓഫ് പ്ലെയിൻ? അപ്പോൾ ഈ ഓൺ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ സ്കൈലാർക്ക്. നിൻ്റെ ഇണയോടുള്ള പ്രണയമാണോ ഇത്ര മനോഹരമായ പാട്ട് പാടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? ഓർ പെയിൻ, അതായത് പെയിൻ എന്തെന്നറിയാത്ത, വേദന അറിയാത്ത നിൻ്റെ ജീവിതമാണോ നിൻ്റെ സോങ് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നത്? ഇവിടെ നമ്മളെല്ലാം ഒരു പെയിൻഫുൾ വേൾഡിലാണ് എന്നൊരു ഹിഡൻ മീനിങ് കൂടെ വരുന്നില്ലേ? ആൻഡ് വേദന അറിയാത്ത ലോകമായതുകൊണ്ടാണോ നീ ഇത്ര മനോഹരമായി പാടുന്നത്? ഇങ്ങനെ കുറേ ഗസ്സിങ് ഒക്കെയാണ് ഈ ഒരു സ്റ്റാൻസയിൽ പോയറ്റ് നടത്തുന്നത്. സ്റ്റാൻസ 16. With the clear keen joints longer cannot be, shadow of annoyance never came near thee, thou lovest but never knew love's sad satisy. The speaker does not believe that someone who have ever felt pain, the shadow of annoyance or languor, could produce this song of keen joys. In fact, these elements of life can't have ever come close to touching the skylark. He knows somehow that the bird has experienced the wonder of love without love's sad certainty or disappoint conclusion. Okay. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? വിത്ത് ദൈ ക്ലിയർ കീൻ ജോയിൻസ്, അതായത് നിൻ്റെ സന്തോഷം ഭയങ്കര കീനാണ്, ഷാർപ്പാണ്. ലോങ്ങർ കനോട്ട് ബി, ലോങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഡ്നെസ് ഓർ ഡിപ്രഷൻ. അതായത് നിൻ്റെ പാട്ട് കേട്ടാൽ അറിയാം, യു ഹാവ് നെവർ ബീൻ സാഡ് ഓർ ഡിസപ്പോയിൻറ്റഡ്. നിനക്കൊരിക്കലും സങ്കടമോ ഡിസപ്പോയിൻറ്റൻസോ വന്നിട്ടില്ല. ഈ സങ്കടത്തിൻ്റെ ഒരു ഷാഡോ പോലും നിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല, സങ്കടത്തിൻ്റെ നിഴൽ പോലും നിന്നെ അടിച്ചിട്ടില്ല. അത് നിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നീ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡോ ഡിപ്രസ്ഡോ ആയിട്ടില്ല. അത് നിൻ്റെ പാട്ട് കേൾക്കുമ്പോഴേ കേൾക്കുന്ന ആൾക്കാർക്ക്, ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ദൗ ലവസ്റ്റ് ബട്ട് നെവർ ന്യൂ ലവ്, സാഡ് സ്റ്റാറ്റച്ചി. അത്രയും സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ടാണ് നീ പാട്ട് പാടുന്നത്. നിൻ്റെ പ്രണയമുണ്ടല്ലോ, നിൻ്റെ സ്നേഹം, അത് സാഡ് കൊണ്ട് സങ്കടം കൊണ്ട് ഒരിക്കലും റീപ്ലേസ് ചെയ്തിട്ടില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഫിൽ വിത്ത് സംതിങ് എന്നാണ് മീനിങ് വരുന്നത്. അതായത് ദുഃഖങ്ങൾ കൊണ്ട് ഒരിക്കലും നിൻ്റെ സന്തോഷം നീ ഫില്ല് ചെയ്തിട്ടില്ല. എപ്പോഴും നീ സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ വരികൾ, ഒരു ഹോളി സ്പിരിറ്റാണ് നീ. അത്രയും സന്തോഷം നിറഞ്ഞ വരികളാണ് നീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെ എപ്പോഴും മനോഹരമായി പാടുന്നത് നീ ഒരു ഹോളി സ്പിരിറ്റ് ആയതുകൊണ്ടാണ്. ഇതാണ് ഈ ഒരു 16th സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത്. ഇനി 17th സ്റ്റാൻസ നോക്കാം.
Waking or asleep, thou of death must deem things more true and deep than we mortal dream, or how could thy note flow in such a crystal stream? From the note of the bird song, Shelley continues to make guesses about its interior life. He believes that for the birds to be able to produce such a pure sound, it must understand much more about life and death than we mortal dream. This knowledge must be given from beyond, and therefore the beyond is where the sound must come. അതായത് ഇവിടെ കവി എന്താ പറയുന്നത്, മരണത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വേക്കിംഗ് ഓർ അസ്ലീപ്പ്, നീ ഉണർന്നിരിക്കുമ്പോഴും നിൻ്റെ ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലാം നിനക്ക് എന്തിനെ പറ്റി അറിയാം? നിനക്ക് മരണത്തെ പറ്റി അറിയാം. ദൗ ഓഫ് ഡെത്ത് മസ്റ്റ് ഡീം, നിനക്ക് മരണത്തെപ്പറ്റി ഞങ്ങളെക്കാളും നല്ലപോലെ നിനക്കറിയാം. തിങ്സ് മോർ ട്രൂ ആൻഡ് ഡീപ്പ് ദാൻ വി മോറൽ ഡ്രീംസ്, നിനക്ക് നല്ല ഡീപ്പായിട്ട്, നല്ല ക്ലിയർ ആയിട്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ നിനക്ക് മരണത്തെ പറ്റിയുണ്ട്. നല്ല ആഴത്തിലുള്ള പിക്ചർ നിനക്ക് അറിയാം, മരണത്തെപ്പറ്റി നിനക്കറിയാം. ബിക്കോസ് നീ ഹെവൻലി ആണ്, മനുഷ്യലോകത്തിനും അപ്പുറമാണ് നീ നിൽക്കുന്നത്. സോ മനുഷ്യനേക്കാളും നീ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സോ ആ ഹെവൻലി ബേർഡിന് മരണത്തെപ്പറ്റി അറിയാം. നിനക്കതിനെപ്പറ്റി നിൻ്റെ ഉണർവിലും അറിയാം, നിൻ്റെ ഉറക്കത്തിലും അറിയാം, നീ എണീറ്റിരിക്കുമ്പോഴും നിനക്കത് അറിയാം. ഹൗ കുഡ് ദൈ നോട്ട് ഫ്ലോ ഇൻ സച്ച് എ ക്രിസ്റ്റൽ സ്ട്രീം, ഇതിനെപ്പറ്റി നിനക്കറിയാം, എന്നിട്ട് പോലും നിനക്കെങ്ങനെയാണ് നിൻ്റെ വരികളിൽ, നിൻ്റെ പാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രീം പോലെ ഇങ്ങനെ നിൻ്റെ വരികൾ ഒഴുകുന്നത്? ഈ മരണം എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ടെൻഷനാണ് അല്ലേ? മരിക്കുമ്പോൾ തന്നെ നമ്മളില്ലാത്തൊരു ലോകം, നമ്മളില്ലാത്ത ഫാമിലി, നമ്മളെ കാണാത്ത അല്ലെങ്കിൽ നമ്മളില്ലാത്ത നമ്മളുടെ കുട്ടികളുടെ ലൈഫ്, അതൊക്കെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ് ഇല്ലേ? നമ്മൾ മനഃപൂർവ്വം ചിന്തിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? ആ കാര്യത്തെപ്പറ്റി മനുഷ്യൻ അറിയുന്നതിലും ക്ലിയറായിട്ട്, ഡീപ്പായിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്കൈലാർക്കിന് അറിയാം. എന്നിട്ടും നീ എത്ര ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, എന്നിട്ടും നീ ഇത്ര ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് നിനക്ക് പാട്ട് പാടാൻ കഴിയുന്നത് എന്നൊക്കെയാണ് പോയിട്ട് ചോദിക്കുന്നത്. കാരണം മരണത്തെപ്പറ്റി അറിയാവുന്ന ഒരാൾക്ക് എപ്പോഴും അതിനെപ്പറ്റി ടെൻഷൻസ് ഉണ്ടായിരിക്കും. അതില്ലാതെ നീ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു? അടുത്തത് 18th stanza. We look before and after and pine for what is not. Our sincere laughter with some pain of fraud. Our sweetest song, those who tell the saddest story. To the skylark it is in conclusion, and the speaker P B Shelley continues to make sweeping calm about the nature of the skylark. He compares in this stanza the way that human views death of the way that the skylark must. We are only able to view death as before and after, while pining for what we don't have. We are incapable of enjoying anything without remembering or on plan. This is clearest through our sweetest song, which are not as pure as skylark unburied happiness. അതായത് ഇവിടെ പോയിട്ട് കുറച്ചുകൂടി മനുഷ്യൻ്റെ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരികയാണ്. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പിൻ ഫോർ വാട്ട് ഈസ് നോട്ട്. ഞങ്ങൾ മനുഷ്യരെപ്പോഴും എങ്ങനെയാണ് കഴിഞ്ഞ കാലത്തെ പറ്റി അമിതമായി ചിന്തിച്ചിരിക്കും. അതേപോലെ തന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയും അമിതമായി ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ മനുഷ്യർ. ഇന്നിപ്പോൾ എന്താണ് നടക്കുന്നത്, ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കത്തേയില്ല, നമ്മൾ ചിന്തിക്കത്തേയില്ല. കഴിഞ്ഞുപോയ നമ്മുടെ പാസ്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയും നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കും. അതിനെപ്പറ്റി ആലോചിച്ച് കരയുകയും സങ്കടപ്പെടുകയും എല്ലാം ചെയ്യും. ഇതിനെപ്പറ്റിയൊക്കെയുള്ള ടെൻഷൻസാണ് നമുക്കുള്ളത്. അല്ലാതെ നമ്മൾ പ്രസൻറ്റിനെ ഓർക്കുന്നില്ല, പ്രസൻറ്റിൽ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് ഹ്യൂമൻസ് ഓർക്കുന്നില്ല. അതുപോലെ ഇല്ലാത്തത് ഉണ്ടാക്കാനായിട്ട് വളരെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ മനുഷ്യരെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നില്ല. ഇപ്പോൾ നമുക്കുള്ളത് ഒരു സ്കൂട്ടറാണ്, അതിനെപ്പറ്റി ഓർത്ത് നമുക്കൊരു സ്കൂട്ടർ ഉണ്ടല്ലോ എന്നോർത്ത് നമ്മൾ സന്തോഷിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു കാർ ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടും. നമുക്കൊരു അടച്ചുറപ്പുള്ള വീടുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ സന്തോഷിക്കുകയല്ല, പകരം നമുക്കൊരു മണിമാളിക ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടും. അതേപോലെ നമ്മളുള്ളതിനെ പറ്റി ഓർക്കാതെ നമുക്കില്ലാത്തതിനെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അന്ന് 1820s എഴുതിയ പോയമാണ്. പക്ഷേ മനുഷ്യൻ്റെ ചിന്താഗതി നോക്കിക്കേ, അന്നും ഇന്നും ഈ 2022 ചിന്താഗതിക്ക് മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര അർത്ഥവത്തായിട്ട്, അതായത് ആത്മാർത്ഥമായിട്ട് ചിരിച്ചാലും അതിൽ വേദനയുടെ ഒരു ഭാരമുണ്ടാകും.
അതായത് ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റഡ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് ചിരിക്കാൻ നോക്കിയാലും നമ്മുടെ ഉള്ളിൽ എന്തിനെങ്കിലും പറ്റി ആലോചിച്ചൊരു സങ്കടം ഉണ്ടാകും, ഇല്ലേ? നേരല്ലേ? മനുഷ്യനിപ്പോൾ കംപ്ലീറ്റ് ഹാപ്പിനെസ് ഏത് മനുഷ്യനാണുള്ളത്? ഇപ്പോൾ ഈവൻ ഏറ്റവും വലിയൊരു കോടീശ്വരന് പോലും ഹാപ്പിനെസ് ഉണ്ടാവില്ല, അവനും മറ്റു കാര്യങ്ങൾ ഓർത്തുള്ള ടെൻഷൻസും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും, ഇല്ലേ? അതുതന്നെയാണ് പറയുന്നത്, നമുക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും മനുഷ്യന് പറ്റുന്നില്ല, നമുക്ക് അവിടെയും ഒരു സങ്കടം കാണാൻ പറ്റും. അവർ സ്വീറ്റസ്റ്റ് സോങ് ആർ ദോസ് ദാറ്റ് ടെൽസ് ഓഫ് സാഡസ്റ്റ് തോട്ട്. നമ്മുടെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവിടെ പ്രത്യേകത എന്താണ്. അതിൽ ഒരു ദുഃഖകരമായ ചിന്തയെക്കുറിച്ചുള്ള പാട്ടുകളായിരിക്കും. സത്യമല്ലേ? നമ്മളുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെലഡി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു സങ്കടം നിറഞ്ഞതായിരിക്കും. ഇപ്പോൾ ഒന്ന് അഴലിൻ്റെ ആഴങ്ങളിൽ ആ പാട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അത് എന്താ ഒരു ലൈഫ് ഫെയിലിയറിനെ പറ്റി പറയുന്നൊരു പാട്ടാണ്, പക്ഷെ അത് ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയുന്നൊരു ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പാട്ടല്ലേ? അതേപോലെയാണ് നമ്മളുടെ മനോഹരമായ പാട്ടുകൾ നോക്കിയാൽ പോലും അതിൽ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവാം, മേ ബി ബ്രേക്കപ്പ് ഉണ്ടാവാം, മരണത്തെപ്പറ്റി ആയിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എന്തിനെങ്കിലും പറ്റി ആയിരിക്കാം, അങ്ങനത്തെ ഒരു സങ്കടം പിടിച്ചൊരു തോട്ട് നമ്മളുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്ങിൽ പോലും ഉണ്ടാവും. ഓക്കെ, ഇനി സ്റ്റാൻസ 19 നോക്കാം. Yet, if we could scorn hate and pride and fear, if we were things born not to shed a tear, I know not how thy joy we ever should come near. The poet continues on stating that ever in the human race was able to shake off their hate and pride and fear, and all the very human things with which we are born, ever if we are able to find a state of being in which we shed not a tear, still we would know the joy that the skylark does, we would not be able to come near. ഇവിടെ കവി ആഗ്രഹിക്കുന്നത് യെറ്റ് ഇഫ് വി കുഡ് സ്ക്രോൺ, നമുക്ക് ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റുക എന്തിനെയാണ്? ഹെയ്റ്റ് ആൻഡ് പ്രൈഡ് ആൻഡ് ഫിയർ, വെറുപ്പിനെയും വിദ്വേഷത്തെയും ഞാനെന്ന ഭാവത്തെയും പേടിയെയും എല്ലാം മനുഷ്യന് ഒഴിവാക്കാൻ പറ്റിയിരുന്നു എങ്കിൽ, ഇഫ് വി വെയർ തിങ്സ് ബോൺ നോട്ട് ടു ഷെഡ് എ ടിയർ, ഞങ്ങൾ കരയാൻ മാത്രമുള്ള ജീവിതം ആവാതിരുന്നിരുന്നെങ്കിൽ, കരയാനുള്ള ജീവിതമല്ലാതെ ജനിച്ചിരുന്നെങ്കിൽ. എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത്? ബിക്കോസ് നമുക്ക് ഹെയ്റ്റും പ്രൈഡും ഫിയറും ഒക്കെ എല്ലാം നമുക്കുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കരയുന്നത്. ഈ ഇമോഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കരയേണ്ടി വരുന്നത്, അല്ലേ? അല്ലാതെ എപ്പോഴും സന്തോഷിച്ച് ഈ ഹെയ്റ്റും വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു സങ്കടവും ഇല്ല, പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇനി ജനിച്ചിരുന്നെങ്കിൽ, ഐ നോ നോട്ട് ഹൗ ദൈ ജോയ് വി എവർ ഷുഡ് കം നിയർ, എനിക്കറിയാം ഈ ഹെയ്റ്റും പ്രൈഡും ഫിയറും ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ജനിച്ചിരുന്നതെങ്കിൽ പോലും നീ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷമില്ലേ, അത്രയും സന്തോഷമൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല, എങ്കിലും കുറച്ചെങ്കിലും സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയേനെ എന്നാണ് കവി ഇവിടെ പറയുന്നത്, ആഗ്രഹിക്കുന്നത്. 20th stanza. Better than all measures of delightful sound, better than all treasures that in book are found, thy skill to poet were thou scroner of the ground. In the final two stanzas of the TO A SKYLARK, the poet makes one final plea to the skylark. He begins by saying that the ability to sing and experience happiness as the skylark does is worth more than all treasures that in books are found. It is better than all measures of other delightful sound. അപ്പോൾ ഈ 20ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ കേട്ട എല്ലാ സംഗീതത്തിനും മുകളിലാണ് നിൻ്റെ സംഗീതം. ബെറ്റർ ദാൻ ഓൾ മെഷേഴ്സ് ഓഫ് ഡിലൈറ്റ്ഫുൾ സൗണ്ട്, ബെറ്റർ ദാൻ ഓൾ ട്രഷേഴ്സ് ദാറ്റ് ഇൻ എ ബുക്ക് ആർ ഫൗണ്ട്. അതായത് ഞാൻ വായിച്ച പല പുസ്തകങ്ങളിലുമുണ്ട് അതിലെ അതായത് ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിലെ ഒത്തിരി ഐഡിയാസും ഉണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് പോയറ്റിന് കിട്ടിയ ഐഡിയാസിനെ ട്രഷർ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിധി എന്നാണ് പറയുന്നത്. ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ നിധിയേക്കാളും ഒത്തിരി മുകളിലാണ് നീ അല്ലെങ്കിൽ നിൻ്റെ സംഗീതം. ഒരു കവി എന്ന നിലയിൽ, ഒരു കവി എന്ന നിൻ്റെ സ്കില്ലുണ്ടല്ലോ, നിൻ്റെ ആ കഴിവ്, ഒരു കവിത എഴുതാൻ അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള നിൻ്റെ കഴിവ്, അത് വെച്ച് നോക്കിയാൽ ദൗ സ്ക്രോണർ ഓഫ് ദ ഗ്രൗണ്ട്, നിൻ്റെ പോയറ്റ് എന്ന അല്ലെങ്കിൽ കവിത എഴുതാനുള്ള ആ ഒരു കഴിവ് വെച്ച് നോക്കിയാൽ, നീ കമ്പയർ ചെയ്താൽ ഈ ഭൂമിയിലെ പോയറ്റ്സിനെ നീ സ്ക്രോണർ ചെയ്യും, നീ പുച്ഛിക്കും. കാരണം നിൻ്റെ സംഗീതത്തിൻ്റെയും കവിതയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ഇവിടുത്തെ റൈറ്റർ. ഭൂമിയിലെ പോയറ്റിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം
അത്രയ്ക്ക് മുകളിലാണ് നിൻ്റെ കവിതയും പാട്ടും എല്ലാം ഉള്ളത്. അത്രയ്ക്ക് ടാലൻറ്റഡ് ആണ് നീ. അതാണ് ഈ ഒരു 20ാമത്തെ സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ. Teach me half the gladness thy brain must know, such harmonious madness from my lips would flow. The word should listen then, as I am listening now. He asked the skylark to please teach me half of the gladness that thy brain must know. If Shelley could not even know a portion of the bird's pleasure, he believes that from my lips an harmonious madness would flow. He would be overcome with his own new abilities. His joyful sound would force the world to listen to him and intensely as he is not listening to the skylark. All in all, To a Skylark is about a man's search of happiness. At points, he seems on the verge of desperation, hoping beyond hope that the small bird will answer his biggest question. This poem is notably relatable for his reason. Who has no want in their breakest moment, a quick fix, an instant reprieve or way into perpetually joy. അപ്പോൾ ഇതിൽ പറയുന്നത് ടീച്ച് മീ ഹാഫ് ഓഫ് ദ ഗ്ലാഡ്നെസ്, എങ്ങനെയെങ്കിലും നീ നിൻ്റെ ഗ്ലാഡ്നെസ്സിൻ്റെ ഹാഫ് എങ്കിലും ഞങ്ങളെ പഠിപ്പിച്ചാൽ. ആദ്യം പറഞ്ഞത് എന്താണ്? ഞങ്ങളെ പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ടീച്ച് മീ എന്നാണ്, എന്നെ പഠിപ്പിക്കുക എന്നാണ് പറയുന്നത്. അതായത് നിൻ്റെ ഗ്ലാഡ്നെസ്സിൻ്റെ പകുതിയെങ്കിലും നീ എന്നെ പഠിപ്പിച്ചാൽ, നീ എങ്ങനെയെങ്കിലും നിൻ്റെ സന്തോഷത്തിൻ്റെ പകുതി നീ എന്നെ പഠിപ്പിച്ചാൽ, നിൻ്റെ ബ്രെയിനിന് മാത്രം അറിയാവുന്ന അതായത് നിൻ്റെ മസ്തിഷ്കത്തിന് മാത്രം അറിയാവുന്ന ആ സന്തോഷത്തിൻ്റെ പകുതി ഉണ്ടല്ലോ, അത് നീ എന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കുമോ? അത് പഠിപ്പിച്ചാൽ, അങ്ങനെ നീ ഈ സന്തോഷത്തിൻ്റെ പകുതി എന്നെ പഠിപ്പിച്ചാൽ എന്ത് പറ്റും? സച്ച് ഹാർമോണിയസ് മാഡ്നസ് ഫ്രം മൈ ലിപ്സ് വുഡ് ഫ്ലോ, ദ വേർഡ് ഷുഡ് ലിസൺ ദെൻ ആസ് ഐ ആം ലിസണിങ് നൗ. അങ്ങനെ നീ എന്നെ പഠിപ്പിച്ചാൽ നിൻ്റെ പാട്ടിലൂടെ, നിൻ്റെ സംഗീതത്തിലൂടെ, നിൻ്റെ സന്തോഷത്തിലൂടെ വരുന്ന ഒരു ഹാർമോണിയസ് മാഡ്നസ്. ഈ ഹാർമോണിയസ് മാഡ്നസ് ഒരു ഓക്സിമറോൺ ആണ്. എന്താണ് ഓക്സിമറോൺ? അറിയാം. ഈ ഓക്സിമറോൺ എന്ന് പറയുകയാണെങ്കിൽ ഈ മാഡ്നസിൻ്റെ, ഈ ഹാർമോണിയസും മാഡ്നസും ഓപ്പോസിറ്റ് അല്ലേ? ഈ ഓപ്പോസിറ്റ് മീനിങ് അല്ലേ കൺവേ ചെയ്യുന്നത്? അപ്പോൾ ഈ ഓപ്പോസിറ്റ് മീനിങ് കൺവേ ചെയ്യുന്ന വേർഡ്സ് ഒരേ സെൻറ്റൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഓക്സിമറോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള യുണീക്കായിട്ടുള്ള നിൻ്റെ ഈ പാട്ടുണ്ടല്ലോ, അത് നിൻ്റെ ലിപ്സിലൂടെ മീൻസ് അത് നീ നിന്നിലൂടെ എന്നിലേക്ക് പകർന്ന് തന്നാൽ ഞാനത് എൻ്റെ ലിപ്സിലൂടെ പുറത്തേക്ക് പറയും. അതായത് ഞാനത് ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്യും. അത് ലോകം അംഗീകരിക്കും. അത് ഏതുപോലെ? അതുപോലെ ഇപ്പോൾ ഞാൻ, അതായത് പോയറ്റ് സ്കൈലാർക്കിൻ്റെ സോങ് ശ്രദ്ധിച്ചില്ലേ, അതിനെ അംഗീകരിച്ചില്ലേ, വാഴ്ത്തിപ്പാടിയില്ലേ? അതേപോലെ നിൻ്റെ സോങ് നീ എനിക്ക് തന്നാൽ, അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നീ എന്നെ പഠിപ്പിച്ചാൽ അത് എന്നിലൂടെ ഈ ലോകം മൊത്തം അറിയുകയും അതിനെ ഈ ലോകം മൊത്തം വാഴ്ത്തിപ്പാടുകയും ചെയ്യും. ഇതാണ് ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും 21 സ്റ്റാൻസാസ് ഉള്ള 100+ ലൈൻസ് ഉള്ള ഒരു പോയമാണ്. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് എടുത്തത്. വിശദമായിട്ട് പറയാൻ തന്നെയാണ് 2 പാർട്ടായിട്ട് എടുത്തത്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.